ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നമുക്കൊന്നൊരു പുതിയ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഇത് ഒരു സീഡ് ജെർമിനേഷൻ വീഡിയോ ആണ്. ഇതെനിക്ക് അയച്ചു തന്നിരിക്കുന്നത് കമൽ ഗോയൽ എന്ന് പറയുന്ന ഒരു അദ്ദേഹമാണ്. ഹരിയാനയിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ 2 ടൈപ്പ് സീഡ്സാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത്, ഡാലിയ സീഡ്സും പെട്ടൂണിയ സീഡ്സും. അപ്പോൾ ഇത് രണ്ടും ജെർമിനേറ്റ് ആവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഇതെൻ്റെ അടുത്ത് പറഞ്ഞത് ടോപ്പ് സ്റ്റാർ ഡാലിയ സീഡ്സ് ആണ്. അതുപോലെ തന്നെ 40+ സീഡ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ പെട്ടൂണിയയിൽ 50+ സീഡ്സ് ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞാൻ വാങ്ങി. കാരണം ഡാലിയയുടെ ഒരു കുഞ്ഞു തൈക്ക് 50 രൂപയാണ്. ഇദ്ദേഹത്തിൻ്റെ സീഡ്സ് മിക്സഡ് സീഡ്സ് ആണ്. അതുപോലെ തന്നെ ഒരു ഫുൾ പാക്കറ്റിന് 45 റുപ്പീസായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു ബേസിൻ എടുത്തു. ബേസിനിലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. മണ്ണിന് വളക്കൂറൊന്നുമില്ല, സാധാരണ മണ്ണാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇതിൽ വേണ്ടിയിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് സീഡ് ജെർമിനേഷനിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് കൊക്കോപീറ്റ് മീഡിയം ആണ്. അപ്പോൾ എന്നോട് എത്ര പേര് ചോദിച്ചിട്ടുണ്ടെന്നറിയോ, ഇതിനൊക്കെ 10 മണിയുടെ വിത്ത് നട്ടിട്ട് കിളിക്കുന്നില്ല, എങ്ങനെയാണ് ഇത് കിളിപ്പിച്ച് വയ്ക്കുന്നത്. ഞാനിതിൻ്റെ സീഡ് ജെർമിനേഷൻ വീഡിയോ കൂടി പോസ്റ്റ് ചെയ്തിരുന്നു, 10 മണി വിത്ത് വിരിഞ്ഞ് പുതിയൊരു പൂവുണ്ടാവുന്ന വീഡിയോ. അപ്പോൾ അതിൽ എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്, കൊക്കോപീറ്റ് മീഡിയം ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ. അപ്പോൾ ബെസ്റ്റ് മീഡിയം എന്ന് പറയുന്നത് സീഡ് ജെർമിനേഷന് കൊക്കോപീറ്റ് തന്നെയാണ്. കൊക്കോപീറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിച്ചേക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്ത വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇത് പെട്ടൂണിയയുടെ സീഡ്സാണ്. ഇതിൽ പറഞ്ഞിരുന്നത് 50+ സീഡ്സ് ഉണ്ടെന്നാണ്. മിക്സഡ് കളേഴ്സ് എന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് റെഫറൻസിന് തരുന്ന ആ ഒരു പിക്ചർ ഒറിജിനൽ പിക്ചർ അല്ല കേട്ടോ. പിന്നെ ഇത് ചീര വിത്തിനേക്കാളും വളരെ ചെറിയ വിത്തായിരുന്നു. ഇത് 50 അല്ല, കണ്ടിട്ടൊരു 10-200 വിത്തുകളുണ്ടായിരുന്നു. അപ്പോൾ എന്താവുമെന്ന് അറിയില്ല. എനിക്ക് ഡാലിയയ്ക്കൊക്കെ വിത്തുണ്ടെന്ന് തന്നെ എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ എന്താവുമെന്ന് കാണാം. ഡാലിയയുടെ വിത്ത് നട്ട രീതിക്ക് തന്നെയാണ് പെട്ടൂണിയയുടെ വിത്തുകളും നട്ടു വച്ചേക്കുന്നത്. അപ്പോൾ ഒരു 1.5 ആഴ്ചയോളം കടന്നു പോയി. ഏകദേശം ഒരു 10 ദിവസം എടുത്തു നമ്മുടെ ഡാലിയ ഒന്ന് ചെറുതായിട്ട് തലപൊക്കി വരാൻ. നമ്മുടെ അതിർത്തിയിൽ നിന്ന് പട്ടാളക്കാർ തലപൊക്കി വരുന്നത് പോലെ നമ്മുടെ ഡാലിയ കുട്ടികൾ ഇങ്ങനെ തലപൊക്കി വരുന്നുണ്ട്. കാണാൻ തന്നെ ഒരു സന്തോഷം. നമ്മുടെ ഡാലിയൊക്കെ കിളിക്കുമല്ലോ. അത് ഹരിയാനയിൽ നിന്ന് വരുത്തിയത്. ഉമ്മ എപ്പോഴും പറയാമായിരുന്നു, അവിടുത്തെ ക്ലൈമറ്റിൽ അത് വരൂ, നമുക്കൊന്നത് കിളിക്കില്ല എന്ന് പറയുമായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും അല്ല, ഇതിവിടെ കിളിച്ചു. അപ്പോൾ വീണ്ടും ഒരാഴ്ചയും കൂടെ കടന്നു പോയപ്പോഴാണ് ഇത് ഏകദേശം ഒരു ഇത്തിരി ഒന്ന് ഉഷാറായിട്ട് വരാൻ തുടങ്ങിയത്. അപ്പോൾ ഒരു 2.5 ആഴ്ചയോളം എടുത്ത് പെട്ടൂണിയ ഒന്ന് ചെറുതായിട്ട് തലപൊക്കി വരാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റെംസ് കണ്ടില്ലേ, വളരെ മൈന്യൂട്ടായിട്ടുള്ള വളരെ സോഫ്റ്റ് സ്റ്റെംസാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കുകയേ ചെയ്യാവൂ. കൊക്കോപീറ്റിൽ ഒരുപാട് മോയ്സ്ചർ അബ്സോർബായിട്ടിരിക്കും. അതിനുകൊണ്ട് വെള്ളം ആവശ്യമില്ല. പിന്നെ തീരെ ഡ്രൈ ആണെങ്കിൽ മാത്രം കുറച്ചൊന്ന് വെള്ളം കുടഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ ഇതേ സീഡ് നട്ടതിന് ശേഷം കറക്റ്റ് 1 മാസം എത്തിയപ്പോൾ നല്ല ലീഫൊക്കെ ഒന്ന് വിടർന്ന് വന്നിട്ടുണ്ട്. ഏകദേശം നമ്മൾ മാറ്റി നടുന്ന ഒരു പ്രായം എത്തിയിട്ടുണ്ട്. പെട്ടൂണിയ അതുപോലെ തന്നെ. പക്ഷേ നമ്മൾ നല്ല കെയർ ചെയ്യണം. പെട്ടെന്ന് പുഴുവൊക്കെ വരാനുള്ള സാധ്യത ഏറിയ ലീവ്സാണ് അതിൻ്റെ. അത് കണ്ട പുഴുവൊക്കെ ഒന്ന് നടന്നു പോയതിൻ്റെ പാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കെയർ ചെയ്തേക്കണം. പിന്നെ ഇത് ഒരുപാട് വലുതായതിന് ശേഷം മാറ്റി നട്ടാൽ മതി. അപ്പോൾ നമുക്ക് ഡാലിയാസൊക്കെ ഒന്ന് മാറ്റി നടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചാണകപ്പൊടിയും കൊക്കോപീറ്റും കൂടെ വെള്ളത്തിൽ ചാലിച്ച് അതാണ് കുഴിയിലേക്ക് വെച്ച് കൊടുത്തിട്ട് നടാൻ പോകുന്നത്. അപ്പോൾ വേണമെങ്കിൽ തറയിൽ നട്ടാൽ മതി കേട്ടോ. തറയിൽ നടണമെന്ന് ഞാൻ യൂഷ്വലി അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല. കാരണം വേറൊന്നുമല്ല, നമ്മളൊരു പോട്ടിലാകുമ്പോൾ അതിൽ നമ്മൾ കൊടുക്കുന്ന വളമെല്ലാം അതിൽ തന്നെ നിലനിൽക്കും. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ്, യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യൂ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് എത്തോളം വെയിറ്റ് ചെയ്യുന്നത്. സാധാരണ ഒരു സീഡ് വാങ്ങി അത് കിളിപ്പിച്ച് കാണിച്ചിട്ട് എനിക്ക് യാതൊന്നും കിട്ടാനില്ല. അപ്പോൾ നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാനത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും മൊത്തം ഡാലിയാസും തറയിൽ നടുന്നില്ല കേട്ടോ. ബാക്കി ഗ്രോ ബാഗിലൂടെ വെച്ച് കൊടുക്കുകയാണ്. ഇവിടുത്തെ മണ്ണിന് അത്ര വളക്കൂറില്ലാത്തത് കൊണ്ട് തന്നെ ബാക്കി ഡാലിയാസ് ഇതുപോലെ ഗ്രോ ബാഗിലാണ് ആക്കി വെച്ചേക്കുന്നത്. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് ഗ്രോ ബാഗിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ ആ രീതിക്ക് നിങ്ങൾക്ക് പ്ലാന്റ്സ് വളർത്തിയെടുക്കാം. കണ്ടില്ലേ, അതാണ്ട് ഈ ഒരു ലീവ്സിൻ്റെയൊക്കെ സ്ട്രക്ചറും പിന്നെ ആ സ്റ്റെമ്മിൻ്റെ കളറും എല്ലാം ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും പല പല കളേഴ്സ് ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫ്ലവറിങ് സ്റ്റേജ് എത്തിയതിന് ശേഷം വീണ്ടും ഒരു വീഡിയോയും കൂടെ ആയിട്ട് വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് അയാളുടെ ആ ഒരു കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോ. 100% ജെർമിനേഷൻ എനിക്ക് കറക്റ്റായിട്ട് ഇപ്പം ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാനിത് വീഡിയോ ചെയ്തത് തന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കൊക്കോപീറ്റിൻ്റെയൊക്കെ മേക്കിംഗ് വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.
എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്, ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.